അവൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ മുഴുവൻ ആളുകളെയും അവൻ സന്മാർഗത്തിലാക്കുക തന്നെ ചെയ്യുമായിരുന്നു. എന്നാൽ റബ്ബ് മനുഷ്യന് പരീക്ഷണമാണ് നിശ്ചയിച്ചത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും പടച്ചത് നിങ്ങൾ ആരാണ് ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ, ശരിയായ ദിശയിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. മനുഷ്യനെ അവൻ പടച്ചത് കൃത്യമായി വലാകിൻ ലിയബ്ലുവകും, അതെ നിങ്ങളെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു. ഏറ്റവും നിർണായകമായ പരീക്ഷണ വിഷയം എന്താണ്? ഈ ലോകത്ത് മനുഷ്യരുടെ മുമ്പാകെ പലതരത്തിലുള്ള ആദർശ നിലപാടുകളും ആശയങ്ങളും ചിന്താധാരകളും എല്ലാം കടന്നുവരും. ജീവിത ദർശനങ്ങളും തത്വങ്ങളും അവരുടെ മുന്നിലേക്ക് സമർപ്പിക്കപ്പെടും. ഈ സമയത്ത് സാക്ഷാൽ ആരാധ്യനായ അണ്ടകടാഹങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹു അംഗീകരിക്കുകയും അനുവദിക്കുകയും ചെയ്ത പ്രവാചകനിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ആദർശമേത് എന്ന് പഠിച്ചറിയുന്നതാര്? അത് പഠിച്ചറിയുകയും അത് ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുന്നതാര്? പഠിക്കുകയും പകർത്തുകയും അതേക്കുറിച്ച് ബോധ്യമില്ലാത്ത ബഹുജനങ്ങൾക്ക് നിഷ്കളങ്കമായി ഗുണകാംക്ഷയോടുകൂടി അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ആര്? ഇതാണ് പരീക്ഷണ വിഷയം. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത മറ്റൊന്നിനെ ആരെങ്കിലും ആദർശമായി മതമായി സ്വീകരിച്ചാൽ അതൊരിക്കലും അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. മാത്രമല്ല പരലോകത്ത് അവൻ നഷ്ടക്കാരിൽ ഉൾപ്പെടുകയും ചെയ്യും. യഥാർത്ഥ ജീവിതം മരണത്തോടുകൂടി ആരംഭിക്കുന്നു. മരണാനന്തര ജീവിതത്തിൽ നരകം വിധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് കരകയറാൻ സാധിക്കണമെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങൾ ഉൾക്കൊള്ളണം. അതിൽ നിന്ന് ബഹുജനങ്ങൾ പിന്മാറാൻ തുടങ്ങിയപ്പോഴാണ് പ്രവാചകന്മാരെ നിയോഗിച്ചതും. അഭിപ്രായ വ്യത്യാസങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനാണ് പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകിയത് എന്നും കാണാൻ സാധിക്കും. അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുകയും നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. അതിനു മുമ്പ് കടന്നുപോയ പ്രവാചകന്മാരുടെ സമുദായം പല കക്ഷികളായി ഭിന്നിച്ചതാണ് ചരിത്രം. ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടതിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിലുണ്ടാകുന്ന ഭിന്നതയെക്കുറിച്ച് സൂചന നൽകി. ഇസ്ലാമിന്റെ മഹത്തരമായ ആശയങ്ങളെ പഠിക്കുകയും അതിന്റെ തത്വങ്ങളുടെ ഉന്നതി മനസ്സിലാക്കുകയും എല്ലാം ചെയ്തിട്ടും പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരൽപ്പം ആശയക്കുഴപ്പമായും ആശങ്കയായും നിൽക്കുന്ന ഒരു കാര്യമാണ്, വ്യക്തമായ പ്രമാണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിൽ വ്യത്യസ്തമായ വിശ്വാസങ്ങൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, വിവിധ കക്ഷികളിലും പ്രസ്ഥാനങ്ങളിലും പെട്ട ആളുകൾ ഒരേ വിഷയത്തെക്കുറിച്ച് വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഇതേക്കുറിച്ച് വേവലാതിപ്പെടുന്ന ഓരോ സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും ഇങ്ങനെ ആശയക്കുഴപ്പങ്ങളിൽ തലതല്ലാനാണോ സർവശക്തനായ അള്ളാഹു നമ്മെ ഇവിടെ പടച്ചത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കലുമല്ല. പരമകാരുണികനായ അതീവ ദയാലുവായ അള്ളാഹു ഏതെല്ലാം സാഹചര്യത്തിൽ നിന്നും ജ്വലിച്ചു നിൽക്കുന്ന തെളിഞ്ഞ മാർഗം, സ്വർഗത്തിലേക്കുള്ള ശരിയായ ആദർശം തിരിച്ചറിയാൻ അവസരം നൽകിയിട്ടുണ്ട്. ആ ആദർശത്തിൽ നിന്ന് വിട്ടുപോകുന്നവരെ പ്രമാണങ്ങളിലൂടെ ശരിയായ ആദർശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യമാണ് ഇസ്ലാമികമായി നവോത്ഥാനം, ഇസ്ലാഹ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനം അഥവാ നവോത്ഥാന പ്രസ്ഥാനം എന്നറിയപ്പെടാനുള്ള കാരണവും സമൂഹത്തിൽ വ്യാപകമായ വ്യത്യസ്തമായ അന്ധവിശ്വാസങ്ങളിൽ നിന്നും വിശ്വാസ വ്യതിയാനങ്ങളിൽ നിന്നും ഏതൊരു നിലവാരത്തിലാണോ അവരെ പരിഷ്കരിച്ച് ശുദ്ധീകരിച്ച് പ്രമാണബന്ധിതമായി വളർത്തിയെടുത്തത്, അതേ രീതിയിൽ പ്രവാചക മാതൃകയിൽ വിശ്വാസ വിമലീകരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന സംരംഭങ്ങൾ എന്ന് കാണാൻ കഴിയും. ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ വ്യത്യസ്തമായ ആശയങ്ങൾ വരികയും അതിനെ പിന്തുണയ്ക്കാൻ പണ്ഡിതന്മാരും വലിയ സംഘവുമെല്ലാം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നാം സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? നമ്മുടെ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആദരണീയനായ മായിൻകുട്ടി സുല്ലമി ഇൻഷാ അല്ലാഹ് ആ കാര്യം നമ്മുടെ മുമ്പാകെ വിശദീകരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഭൂമിയിലെ ജീവിതം ഹ്രസ്വമായ ഒരു കാലയളവിലാണ്. ഈ ജീവിതം ഉപരിലോകത്തു നിന്നും പടച്ചവൻ നിരീക്ഷണ വിധേയമാക്കുന്നു. അതിനനുസരിച്ച് മരണാന്തര ജീവിതത്തിൽ ക്ഷേമവും ക്ഷാമവും
സുഖവും അസുഖവും സ്വർഗവും നരകവും നിർണയിക്കപ്പെടുന്നു. ഇതാണ് ഇവിടെ വിശദീകരിച്ചത്. ഇവിടെ മനുഷ്യരെ ഭൂമിയിൽ ജീവിക്കാൻ വിടുന്നത് കട്ടയിൽ കടന്ന് കതിര് വരുന്ന ഒരവസ്ഥയിലല്ല. കൃത്യമായും മാനവരാശിക്ക് മാർഗദർശനം ലഭിച്ചിട്ടുണ്ട്. മനുഷ്യരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ദൈവദൂതന്മാർ അംബിയാ ആ കർമ്മം പൂർണ്ണമായും നിർവഹിച്ചു. അവരിലെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് അഷ്റഫുൽ ബഷർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ പരിശുദ്ധമായ ഈ ആദർശത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് മാജിക്കുകളിലൂടെയല്ല, കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. തനിക്ക് അള്ളാഹുങ്കൽ നിന്ന് അവതരിപ്പിച്ചു കിട്ടിയിട്ടുള്ള പരിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായി അള്ളാഹുങ്കൽ നിന്ന് ലഭിച്ചിട്ടുള്ള തന്നെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിലാണ് മാനവരാശിക്ക് മാർഗദർശനം നൽകിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉംമിയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അധർമ്മത്തിന്റെയും ശിർക്ക് ബിദ്അത്തുകളുടെയും അനാചാരങ്ങളുടെയും കുഴികളിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സമൂഹത്തെ സംസ്കൃതിയുടെ ഉത്തമമായ അവസ്ഥയിലേക്ക് പരിശുദ്ധ പ്രവാചകൻ എത്തിച്ചിട്ടുള്ളതിന്റെ മാർഗമാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. 4 കാര്യങ്ങളാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നത്. ഒന്ന്, തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചു കിട്ടിയ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുന്നു, അതവരെ പഠിപ്പിക്കുന്നു, ജനങ്ങൾക്ക് മനസ്സിലാകും, ജനങ്ങളെ അത് പഠിപ്പിക്കാൻ പറ്റും എന്ന നിലക്ക് തന്നെയാണല്ലോ ആ കാര്യം നിർവഹിക്കുന്നത്. അത് നിങ്ങൾ ഏലസായി കെട്ടിക്കോളൂ എന്നല്ല പ്രവാചകന്റെ അധ്യാപനം, അത് പഠിപ്പിക്കുകയാണ്. അറബി അറിയുന്ന മനുഷ്യന്മാരെ തന്നെ അറബിയിൽ ഇറങ്ങിയിട്ടുള്ള പരിശുദ്ധ ഖുർആൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വൽ ഹിക്മത, പരിശുദ്ധ ഖുർആനിന് പുറമേ കൂടുതൽ വിശദീകരണങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനങ്ങൾക്ക് നൽകുകയാണ്. ഖുർആനിന്റെ വിശദീകരണം നൽകുവാനാണ് പ്രവാചകന്റെ നിയോഗം എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവരെ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ സംസ്കൃതരാക്കുകയാണ്. നേരത്തെ ഈ സമൂഹം വ്യക്തമായ വഴികേടിലായിരുന്നു എന്നും അങ്ങനെ വ്യക്തമായ വഴികേടിലായ സമൂഹത്തെ സംസ്കൃതിയുടെ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അതാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ഇസ്ലാമിന്റെ പ്രമാണം. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുക. വ ഉലിൽ അംരി മിൻകും, ഭരണകാര്യത്തിൽ നിങ്ങളുടെ ഭരണകർത്താക്കളെയും അതുപോലെ തന്നെ നിങ്ങളുടെ നേതൃത്വത്തെയും നിങ്ങൾ അനുസരിക്കുക. മതപരമായ വിഷയത്തെക്കുറിച്ച് ഒന്നുകൂടി വിശുദ്ധ ഖുർആനിലെ ഈ വചനം ആവർത്തിക്കുന്നത് ഇപ്രകാരമാണ്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഇനി നിങ്ങൾക്ക് മതപരമായ വിഷയത്തിൽ എന്തെങ്കിലും അവ്യക്തതയോ അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള സംശയമോ ഉണ്ടാവുകയാണെങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആ കാര്യം അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണ് മടക്കുക. അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കുക, മറ്റ് നേതൃത്വത്തിലേക്ക് മടക്കാനല്ല പറയുന്നത്, മറ്റ് ഇമാമിയങ്ങളിലേക്ക് മടക്കുവാനല്ല പറയുന്നത്, മറ്റു പണ്ഡിതന്മാരിലേക്ക് മടക്കുവാനല്ല പറയുന്നത്, മറിച്ച് 2 കാര്യങ്ങളാണ് ഖുർആൻ ഇവിടെ വെക്കുന്നത്. ഖുർആനിലേക്കും അതുപോലെ തന്നെ പ്രവാചകന്റെ അധ്യാപനങ്ങളിലേക്കും. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല, നിങ്ങൾ അല്ലാഹുവിലും മരണശേഷമുള്ള ജീവിതത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ മരണമണി മുഴങ്ങുന്നതോടുകൂടി ഭൂമിയിലെ ജീവിതം അവസാനിച്ചു. ശേഷം കാര്യങ്ങൾ പരലോകത്ത് വെച്ചാണ് നടക്കുന്നത്. അക്കാര്യത്തിൽ വിശ്വാസമുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്ന വിശ്വാസമുണ്ട് എങ്കിൽ ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുക എന്ന് ഖുർആൻ പറയുന്നു. ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല, കൂടുതൽ നല്ല പര്യവസാനത്തിന് അതാണ് ഏറ്റവും നല്ലത് എന്ന്. അന്നിലേക്ക് ഈ 2 പ്രമാണങ്ങളിലൂടെ ഏതെങ്കിലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വിചാരത്തിന് വിധേയമാക്കാൻ പറ്റില്ല. ഖുർആൻ തന്നെ ഈ കാര്യം പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറ, ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ
അള്ളാഹുവിങ്കൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ പ്രവാചകനിൽ നിന്ന് ഒരു വിഷയത്തെക്കുറിച്ച് ഖണ്ഡിതമായ അറിവ്, വിവരം, തീരുമാനം, വിധി, തീർപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അവന് പിന്നെ ചോയ്സ് തെരഞ്ഞെടുക്കാനുള്ള അധികാരം, അവകാശമില്ല. അവർക്ക് യഥേഷ്ടം പ്രവർത്തിക്കാൻ നിർവാഹമില്ല. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വല്ലവനും ധിക്കരിച്ചാൽ ആ മനുഷ്യൻ പച്ചയായ വഴികേടിലായി എന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനത്തിന്റെയും പൊരുൾ അത് തന്നെയാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവെ അംഗീകരിക്കുകയും അവന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുകയും ചെയ്യുക. ആ നിലക്ക് അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ അവന്റെ പ്രവാചകനെയും അനുസരിച്ചേ പറ്റൂ. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. ഇത് സ്വതന്ത്രമായ പ്രമാണങ്ങളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന ഇജ്മാഉം ഖിയാസും അത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഈ പ്രമാണങ്ങളെ എന്നാൽ സ്വാഭാവികമായും ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായേക്കാം. എന്തുകൊണ്ട്? ഇത് തന്നെയാണല്ലോ രാജ്യത്തെമ്പാടുമുള്ള ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്മാർ അവകാശപ്പെടുന്നത്. ഞങ്ങളുടെ പ്രമാണം ഖുർആനാണ്, ഞങ്ങളുടെ പ്രമാണം പരിശുദ്ധ ഹദീസുകളാണ്, ഞങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് എന്ന്. പക്ഷെ ഒരു കാലത്തും ഇങ്ങനെ പറഞ്ഞിരുന്നവർ പലർക്കും അങ്ങനെ പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഖുർആൻ നമുക്ക് പഠിക്കാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇമാമിങ്ങളോ പണ്ഡിതന്മാരോ വിശദീകരിച്ചു തരണം എന്നായിരുന്നു അവർ നേരത്തെ കാലത്തെ പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ ഇമാമിങ്ങളും അതുപോലെ തന്നെ ഖുർആനും ഹദീസും അനുസരിച്ച് മനുഷ്യന്മാർക്ക് ദീനിനെ പഠിപ്പിച്ചിരുന്ന മഹാന്മാരായ ഇമാമിങ്ങൾ എല്ലാവരും ഒരുപോലെ ഉറപ്പിച്ചു തറപ്പിച്ചു പറഞ്ഞിരുന്നത് ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഹദീസ് എങ്ങാനും സഹിഹായി വന്നാൽ അതാണ് എന്റെ നിലപാട്. ആ കാര്യത്തിലേക്ക് ഞാൻ എന്റെ ജീവിച്ചിരിക്കുന്ന കാലത്തും എന്റെ മരണശേഷവും മടങ്ങിയെന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാനും കഴിയും. ഇദാ റഅയ്തും കലാമി യുഖാലിഫുൽ ഹദീസ്, പരിശുദ്ധ ഹദീസിന് വിരുദ്ധമായി മനുഷ്യൻ എന്ന നിലക്കും എന്റെ ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ വിരുദ്ധമായി വന്നാൽ ഫഅമലു ബിൽ ഹദീസ്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹദീസ് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. വളിരിബു ബി കലാമി അൽ ഹൈത, എന്റെ സംസാരം നിങ്ങൾ പുറകിലേക്ക് വല്ല ചുമരിലേക്കും വല്ല തോട്ടത്തിലേക്കും വലിച്ചെറിയുക എന്നായിരുന്നു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രഖ്യാപനം. ഇമാം അബൂ ഹനീഫ പറയുന്നു, ഹറാമൻ മല്ലം യഅരിഫ് ദലീലി അൻ യുഫ്തിയ ബി കലാമി, എന്റെ കലാമിന്റെ അടിസ്ഥാനത്തിൽ ഇമാം അബൂ ഹനീഫ ഇങ്ങനെ പറയുന്നു എന്ന് ഒരാൾ പറയണമെങ്കിൽ ഞാൻ അത് എന്ത് അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു തീർപ്പ് എടുക്കാൻ കാരണമെന്ന ആ മാനദണ്ഡം മനസ്സിലാക്കിയവന് മാത്രമേ എന്റെ പ്രസ്താവന എടുത്തു ധരിക്കാൻ പാടുള്ളൂ എന്ന് ഇമാം അബൂ ഹനീഫ പറയുന്നു. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫകുല്ലു മൻ വാഫഖൽ കിതാബ വസുന്ന ഫഖുദൂഹു, പ്രമാണം അടിസ്ഥാന പ്രമാണമായ പരിശുദ്ധ ഖുർആനിനും തിരുചര്യക്കും അനുയോജ്യമായത് എന്തുണ്ടോ അത് നിങ്ങൾ സ്വീകരിച്ചോളൂ. വകുല്ലു മാ ലം യുവാഫിഖിൽ കിതാബ വസുന്ന ഫത്റുഖുഹു, ഖുർആനിനും സുന്നത്തിനും എതിരായത് ആരെത്ര വലിയവനായിരുന്നാലും, ഉമർ മൗലവി പറഞ്ഞതുപോലെ വലിയവനാണെങ്കിൽ വലിയ ഉപ്പായം ഇട്ടോട്ടെ എന്നല്ലാതെ മതത്തിൽ പ്രമാണമല്ല. വകുല്ലു മാ ലം യുവാഫിഖിൽ കിതാബ വസുന്ന ഫത്റുഖുഹു, ഖുർആനിനും ഹദീസിനും എതിരായി വന്നത് വലിച്ചെറിയണം, ഒഴിവാക്കണമെന്ന്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു, ലാ തുഖല്ലിദിനി വലാ തുഖല്ലിദ് മാലികൻ വലൽ ഔസാഇ, ഇമാം ഔസാഇയെയോ ഇമാം മാലിക്കിനെയോ അതുപോലെയുള്ളവരെയോ എന്നെയോ നിങ്ങൾ തഖ്ലീദ് ചെയ്യേണ്ട, അന്ധമായി അനുകരിക്കേണ്ടതില്ല. വലാ ഗൈറഹും, മറ്റുള്ളവരെയും ഖുദിൽ അഹ്കാമ മിൻ ഹൈസു അഖദു, എവിടെ നിന്നാണോ ഈ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അവിടെ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക എന്നും. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, പ്രമാണങ്ങൾ തന്നെയാണല്ലോ എല്ലാവരും അവലംബിക്കുന്നത് എന്ന്. ഇന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർവ്വ ബിദ്അത്തുകളെയും ന്യായീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. പ്രമാണങ്ങൾ നേരത്തെ പറയുകയുണ്ടായി, അറബി അറിയുന്ന ആളുകൾക്ക് പോലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിപ്പിക്കുന്നു എന്നും അതിന്റെ വിശദീകരണം നൽകുന്നു എന്ന് ഏതെങ്കിലും നിഘണ്ടുവിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയല്ല, മറിച്ച് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഖുർആനും അറബി ഭാഷയിലെ വിവരവും ഏതെങ്കിലും ഒരു നിഘണ്ടും കിട്ടിയാൽ പൂർത്തിയായി എന്ന് വിചാരിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഖുർആൻ പ്രമാണങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ചും നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ അടിസ്ഥാന വർഗമായ സ്വഹാബത്തുൽ കിറാം, അവരാണ് മുസ്ലിങ്ങളുടെ അടിസ്ഥാന സമൂഹം. അവർക്കാണ് ആദ്യമായി ഖുർആൻ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുഖയിൽ നിന്ന്. അവർ ഈ കാര്യം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അത് പറയാൻ, അത് അംഗീകരിച്ചവരിൽ പ്രഥമന്മാരായ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അതാണ് സലഫി മൻഹജ്. പൂർവികർ ഈ വിഷയത്തെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കിയെന്ന് ആധുനികർക്ക് ആകാശലോകത്തുനിന്നും അവതരിപ്പിച്ച് കിട്ടിയതല്ല, മറിച്ച് പൂർവികർക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അവർ ഈ വിഷയകമായി എങ്ങനെ മനസ്സിലാക്കിയെന്ന് ഉദാഹരണമായി പറഞ്ഞാൽ,
പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളെ കോട്ടിമാട്ടിയും ന്യായീകരിച്ചും വ്യാഖ്യാനിച്ചുമാണ്